الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد. السلام الله عليكم ورحمته وبركاته. وكل عام وأنتم بخير. അള്ളാഹ് നമ്മളെല്ലാ പ്രവർത്തനങ്ങളും അമലുകളും ആരാധനകളും ഒക്കെ സ്വീകരിക്കട്ടെ. ആഘോഷങ്ങളും സന്തോഷങ്ങളും എന്നെന്നും അള്ളാഹ് നിലനിർത്തട്ടെ. നമ്മള് നിർത്തിയത് ഏത് പോയിന്റിലായിരുന്നു? ഈ അയ്യ നൊക്കത്തത്തിന് വഖഫ്ന അയ്യ നോഅമിന തമാരിൻ. അയ്യ നൊക്കത്തത്തിന് എന്ത് സബ്ജക്റ്റ് ആയിരുന്നു? അയ്യ മൗളൂഇൻ എന്ത് സബ്ജക്റ്റ് ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്? ഇയ്യ വരുന്ന സംഭവം എന്തുകൊണ്ടാണ് ഇയ്യ വരുന്നത്? അത് മറ്റേ മൻസൂബായിട്ട് വരുമ്പോ വേറെ ലമായിർ വേറെ വരും. ലമായിർ ഒറ്റയ്ക്ക് വരുമ്പോ മൻസൂബായിട്ട് വരുന്നെങ്കിൽ ഇയ്യ ചേർക്കണം. ലമീർ ഒറ്റയ്ക്ക് വരികയാണ്. അങ്ങനെ സന്ദർഭത്തിൽ ഞാൻ അതി പറഞ്ഞ എന്താണെന്ന് വായിച്ചു നോക്കിയില്ല. സംഭവം ഇതാണ്: ലമീർ ഒറ്റയ്ക്ക് വരികയാണ്. മുഖദ്ദമായിരുന്നാലും മുഅഖറായിരുന്നാലും ലമീർ ഒറ്റയ്ക്ക് വരികയാണ്. അത് മൻസൂബാണ് എങ്കിൽ എന്ത് ചെയ്യണം? ഇയ്യ ചേർത്തിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ കുർസി വേണം. ലമീർ നമ്മൾ പഠിച്ച ലമീർ എല്ലാം എന്താണ്? മർഫു ആണ്. നമ്മൾ പഠിച്ച ഹുവ ഹും അല്ലെങ്കിൽ ഹുവ ഹുമ ഹുവ ഹുമ ഹും ഹിയ ഹുമ ഹുന്ന അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന അന നഹ്നു. ഇതെല്ലാം എന്താണ്? അൽ-ലമാഇറുൽ മർഫു ആണ്. റഫ്ഉ ചെയ്യപ്പെട്ട ലമീറുകളാണ്. പിന്നെ അതിനെ നെസ്ബ് ചെയ്താൽ എന്ത് വരണം? അത് ഇയ്യ ചേർത്തിട്ട് വരുള്ളൂ. അത് ഒറ്റയ്ക്കാണെങ്കിൽ. അത് ഇസ്മിന്റെ കൂടെയോ പേരിന്റെ കൂടെയോ ചേർന്ന് വരുമ്പോൾ എന്തായിരിക്കും? ക കുമ കും കി കുമ കുന്ന യ ന ഇങ്ങനെ ആയിരിക്കും വരിക. എല്ലാം ഇല്ലേ? ക കുമ കും കി കുമ കുന്ന. കാല ഹു ആണ്. കിതാബു ഹു. ഹു ഹുമ ഹും ക കുമ കും കി കുമ കുന്ന യ ന. ഹു എന്ന് പറഞ്ഞ കിതാബു ഹു കിതാബു ഹും. ഹു കിതാബു ഹു കിതാബു ഹുമ കിതാബു ഹും. പിന്നെ കിതാബു ഹ കിതാബു ഹ വരുമ്പോഴത്തേക്ക് എന്താവും? കി വരും. കിതാബു കി. കിതാബു ഹ ഹ നമ്മൾ ആദ്യം മറ്റേ അണ്ടർസ്റ്റാൻഡിംഗ് പറഞ്ഞുകൊണ്ട് അതും ഇതുമായിട്ട് മാറിപ്പോവാണ്. ഹ ഹുമ ഹുന്ന. കിതാബു ഹ കിതാബു ഹുമ കിതാബു ഹുന്ന. പിന്നെന്ത് വരും? ക കുമ കും കി കുമ കുന്ന. കിതാബുക കിതാബുക്കുമ കിതാബുക്കും കിതാബുക്കി കിതാബുക്കുമ കിതാബുക്കുന്ന. പിന്നെ യാന കിതാബി കിതാബുന. ഇങ്ങനെയായിരിക്കും വരിക. അത് ഫീൽഡ് ചേർന്ന് വന്നാലും അങ്ങനെ തന്നെ. ലറബഹു ലറബഹുമ ലറബഹും ലറബഹ ലറബഹുമ ലറബഹുന്ന ലറബക ലറബക്കുമ ലറബക്കും ലറബക്കി ലറബക്കുമ ലറബക്കുന്ന ലറബ നീ. അവിടെ യാ വരും. പക്ഷെ നൂന് മിക്കായത്ത് വേണം. സേഫ്റ്റി നൂന് വേണം. പിന്നെ ലറബന ലറബനി ലറബന. ഇങ്ങനെ ആയിരിക്കും വരിക. ഫീലിനോടോ അല്ലെങ്കിൽ ഇസ്മിനോടോ ചേർന്ന് വന്നാൽ. അല്ല അത് ഒറ്റയ്ക്ക് വന്നാൽ നെസ്ബാണെങ്കിൽ എന്ത് ചെയ്യണം?
മൻസൂബാണെങ്കിൽ ഇയ്യാഹു, ഇയ്യാഹുമ, ഇയ്യാഹും, ഇയ്യാക്ക, ഇയ്യാക്ക, ഇയ്യാഹു, ഇയ്യാഹുമ, ഇയ്യാഹുമ, ഇയ്യാഹും, ഇയ്യാഹ, ഇയ്യാഹുമ, ഇയ്യാഹുന്ന, ഇയ്യാക്ക, ഇയ്യാക്കുമ, ഇയ്യാക്കും, ഇയ്യാക്കി, ഇയ്യാക്കുമ, ഇയ്യാക്കുന്ന, ഇയ്യായ, ഇയ്യാന. അങ്ങനെ വരുന്നതിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോ അങ്ങനെ വരുമ്പോൾ അത് സർവനാമം മുമ്പേ വരുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. സർവനാമം മുമ്പേ വരുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. അപ്പോഴെന്തായിരിക്കും? അപ്പൊ സർവനാമം ഒറ്റയ്ക്കാണ് വരുന്നത്. ഒറ്റയ്ക്ക് വരുമ്പോൾ ഈ അയ്യർത്തെ പറയാൻ പറ്റുള്ളൂ. പിന്നെ സർവനാമം ശേഷം വരുന്ന സന്ദർഭം ഉണ്ടാവും. സർവനാമം ശേഷം വരുന്നതിന്റെ ഒരു സന്ദർഭമാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. കാരണം 2 പ്രാവശ്യം സർവനാമം വരും. 2 പ്രാവശ്യം സർവനാമം വരുമ്പോൾ ഇപ്പൊ അതിനക്കിത്ത അടുത്തത് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? ലാസ്റ്റിൽ പറഞ്ഞു നിർത്തിയത് എത്രാമത്തെ പേജാ? 230 വഴി അല്ല നാദൈതനി യാ ഉസ്താദു റഅയ്തുഹു നഅബുദുഹു തലബൽ മുദീറു അഹ്മദ. അവിടെയാണ് പറഞ്ഞത് അല്ലേ? നൻതളിറു അവസാനം പറഞ്ഞിട്ട് നമ്മള് മറ്റേ ഇതിന്റെ ക്രിയാധാതുവിന്റെ ക്രിയാധാതു ഹവ്വിൽ ജിമലത്തിലാത്തി അല ഹിറാരിൽ മിസാലി മുസ്താമിലൻ അൽ മസ്തർ. മസ്തർ ഉപയോഗിക്കുന്നതാണ് നമ്മൾ അവസാനം പറഞ്ഞ് നിർത്തിയത്. നൻതളിറു അൻ യസൂറനൽ മുദീറു. അപ്പം അൻ യസൂറനൽ മുദീറു വരുമ്പോൾ നൻതളിറു യസൂറന എന്നുള്ളത് അൻ യസൂറ എന്നുള്ളത് സിയാറത്തായി മാറും. അപ്പം സിയാറത്തൽ മുദീരി. പിന്നെ നൻതളിറു ന എന്ന് വരുന്നുണ്ട്. അപ്പൊ ന എന്ന് പറയുന്നത് എന്താണ്? അവിടെ മഫ്ഊൽ ബിഹിയാണ്. യസൂറ ന ഞങ്ങളെ സന്ദർശിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ വേറെ പറയുമ്പോൾ ഇവിടെ ക്രിയാധാതു വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ വേറെ വരണം. അപ്പൊ സർവനാമം സെപ്പറേറ്റ് ആവും. സർവനാമം സെപ്പറേറ്റ് വരുമ്പോൾ ഇയ്യാന ഇയ്യ ചേർത്താണ് പറയേണ്ടത്. ഇയ്യ ചേർക്കേണ്ട പ്രധാന കാരണം എന്താ? ഇയ്യ ചേർക്കേണ്ട കാരണം അത് മൻസൂബായിട്ട് വരുന്നു എന്നതാണ്. അത് ഒറ്റയ്ക്ക് വരികയും മൻസൂബായിട്ട് വരികയും ചെയ്യുന്നു എന്നതാണ് ഇയ്യ ചേർക്കാനുള്ള കാരണം. ബാക്കിയെല്ലാം എന്താണ്? അത് ഒറ്റയ്ക്ക് വരാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇത് പഠിപ്പിച്ചിരുന്നത്. സർവനാമം ഒറ്റയ്ക്ക് വരുന്നതിന്റെ മൻസൂബായിട്ട് ഒറ്റയ്ക്ക് വരുന്നതിന്റെ സന്ദർഭങ്ങൾ ഉണ്ടാക്കി പഠിപ്പിച്ചു തരികയാണ്. ആ സന്ദർഭങ്ങളിൽ ഒന്നാണ് ഈ ക്രിയാധാതു യസൂറന എന്ന് പറഞ്ഞിടത്ത് അവിടെ സിയാറത്ത് വേറെ വന്നു കഴിഞ്ഞാൽ പിന്നെന്താവും? യസൂറയുടെ കൂടെയുള്ള സർവനാമം സെപ്പറേറ്റ് പറയേണ്ടി വരും. അപ്പോൾ ഈ അയ്യർത്തെ പറയാൻ പറ്റൂ. സിയാറത്തുൽ മുദീരി ഇയ്യാന. അതേപോലെ യുരീദു അൻ യുഖ്രിജഹു അൽ മുദർരിസു മിനൽ ഫസ്ൽ. അപ്പോ നുരീദു അൻ യുഖ്രിജ എന്താക്കി? മസ്ദറാകുമ്പോ ഇഖ്റാജ്. നുരീദു അപ്പൊ പിന്നെ മുദർരിസ് അൻ യുഖ്രിജഹു മുദർരിസു. അപ്പൊ കർത്താവിനെ എന്ത് ചെയ്യണം? ഇളാഫത്ത് ചെയ്യണം അതിലേക്ക്. ഇഖ്റാജ് നുരീദു ഇഖ്റാജൽ മുദർരിസ്. പിന്നെ നുരീദു ആയതുകൊണ്ട് ഇഖ്റാജ് മൻസൂബായിട്ടാണ് എനിക്ക് വരിക. നുരീദ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. എന്തിനെ ഉദ്ദേശിക്കുന്നു? ഇഖ്റാജിനെ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഇഖ്റാജ് കർമ്മമാണ് അതിന്റെ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഇഖ്റാജ് മൻസൂബായിട്ട് വരണം. നുരീദു ഇഖ്റാജൽ മുദർരിസി മിനൽ ഫസ്ലി. പിന്നെ അൻ യുഖ്രിജ ഹു എന്നാണ് വന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഹുവിനെ എന്ത് ചെയ്യണം? യാഹു എന്നാക്കണം.
അതേപോലെ ഒഹിബുക്ക അക്സറ മിമ്മ തുഹിബുനി എന്ന് പറഞ്ഞപ്പോൾ ഒഹിബുക്ക എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്യും? ഒഹിബു എന്ന് പറഞ്ഞത് കൊണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെന്താക്കണം? മഹബത്താക്കിയിട്ട് ഞാൻ എന്നതിന്റെ സർവനാമം ചേർക്കണം. മഹബത്തി. ആ മഹബത്തി. പിന്നെ ആര്? അക്സറ മിമ്മ. പിന്നെ മഹബത്തി കാ വന്നതുകൊണ്ട് എന്താക്കണം? ആ കായ സെപ്പറേറ്റ് പറയണം. അപ്പൊ എന്ത് ചെയ്തു? മഹബത്തി ഇയ്യാക. മഹബത്തി ഇയ്യാക അക്സറു മിമ്മ. അക്സറു മിമ്മ. അക്സറു മിൻ അല്ല, മിമ്മ അല്ല. ആ അക്സറ മിമ്മ. ആ തുഹിബുനി. അക്സറ മിമ്മ തുഹിബുനി. അത്രേ ഉള്ളൂ. അക്സറ മിമ്മ തുഹിബുനി. അപ്പൊ അതേപോലെ അടുത്ത ടെക്സ്റ്റ് കാണുന്നുണ്ടോ? അജീബ് അൽ ആത്തിയത്തി അല ഹിറാരിൽ മിസാലി. അല ഹിറാരി അൽ മിസാലി. ഉദാഹരണം പോലെ എന്ത് ചെയ്യണം? ഉത്തരം നൽകണം. അതിന് കിതാബുൽ മുദീരി. കിതാബുൽ മുദീർ എവിടെയാണ്? മുദീറിന്റെ കിതാബ് എവിടെയാണ്? അതൈതുഹു ഇയ്യാഹു. അപ്പൊ ഇവിടെ സർവനാമം വേറെ വരാനുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങി. 2 പ്രാവശ്യം സർവനാമം വരുന്നുണ്ട്. അതിന് കിതാബുൽ മുദീരി എന്നാണ് ചോദ്യം. മലയാളത്തിൽ പറഞ്ഞാൽ അതിനെ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അതിനെ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് മറുപടി. അപ്പൊ 2 പ്രാവശ്യം സർവനാമം വരുന്നുണ്ട്. കിതാബിനെ സൂചിപ്പിക്കാനുള്ള സർവനാമം വരുന്നുണ്ട്, മുദീറിന്റെ സർവനാമവും വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു? ഒരു സർവനാമം ഫേലിന്റെ കൂട്ടത്തിൽ ചേർക്കാം. അടുത്തു ഹു. പിന്നെ എന്ത് ചെയ്യണം? അടുത്ത സർവനാമം സെപ്പറേറ്റ് വരണം. അടുത്തു ഹു ഇയാഹു. അപ്പൊ സെപ്പറേറ്റ് പറയുമ്പോൾ അതിന് നസ്ബി ചേർത്ത് പറയണം. മൻസൂബായിട്ട് വരുമ്പോഴത്തേക്ക് ഇയ്യ ചേർത്ത് പറയണം. പിന്നെ അതിന്റെ സർവനാമം മാറിയും തിരിഞ്ഞും വരുന്ന ഉദാഹരണങ്ങളാണ് പിന്നെ പറയുന്നത്. ഇവിടെ എന്താണ്? അടുത്തു ഹു ഇയാഹു എന്ന് പറയുന്നത് രണ്ടും മുദക്കറാണ്, രണ്ടും മാസ്കുലിനാണ്. അപ്പൊ കിതാബും മുദക്കറാണ്, മുദീറും മുദക്കറാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അടുത്തു ഹു ഇയാഹു രണ്ടും ഒരേപോലെ ഇരിക്കും. രണ്ടാമത്തെ ചോദ്യം, അയിന മജല്ലത്തുൽ മുദർരിസി. അയിന മജല്ലത്തുൽ മുദർരിസി. അപ്പൊ എന്ത് പറയുന്നു? അപ്പൊ മജല്ലത്ത് എന്താണ്? മജല്ലത്ത്. അപ്പം അയിന മജല്ലത്തുൽ മുദർരിസി. അപ്പൊ അവിടെ അദ്ദേഹത്തിന് കൊടുത്തു അതിനെ. അതിന് മജല്ലത്ത്. അപ്പൊ അദ്ദേഹത്തിന് എന്നുള്ളത് ആദ്യം പറയുന്നു. അടുത്തു ഹു. മജല്ലത്ത് സ്ത്രീലിംഗ ആയതുകൊണ്ട് യാ ഹ അതിനെ. അപ്പൊ രണ്ടും മൻസൂബാണ്. അടുത്തൂന് 2 മഫ്ഊലും ബിഹി വരും. അഴത്ത എന്നതിന് 2 മഫ്ഊലും ബിഹി വരും. അഴത്ത എന്ന ക്രിയക്ക് 2 മഫ്ഊലും വരും. അത് പ്രാക്ടീസ് ചെയ്യാനും കൂടെ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്താം. അഴത്ത എന്ന് പറഞ്ഞാൽ കൊടുത്തു. ആർക്ക് കൊടുത്തു, എന്തിനെ കൊടുത്തു എന്ന് ചോദ്യം വരും. ആർക്ക് കൊടുത്തു എന്നും എന്തിനെ കൊടുത്തു എന്നും ചോദ്യം വരും. അപ്പൊ ജാല പോലെ ഒരു ക്രിയയാണ് അഴത്ത. അതിന് 2 മഫ്ഊലും ബിഹി വരും. അടുത്തേക്ക് എപ്പോഴും 2 മഫ്ഊലും വരും. ജാലയ്ക്ക് എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോ അടുത്തുഹു ഇയ്യാഹ സലാസ. അയിന കലമുൽ ഉഖ്തി. അപ്പൊ മജല്ലത്ത് സ്ത്രീലിംഗം ആദ്യം പറഞ്ഞു, രണ്ടാമത് മുദരിസ് പുല്ലിംഗമാണ് രണ്ടാമത് പറഞ്ഞു. ഇവിടെ എന്താണ്? അയിന കലമുൽ ഉഖ്തി. കലമു മുദക്കറാണ്, ഉഖ്ത് മുഅന്നസാണ്. അപ്പം
ഉഖ്തിന് കൊടുത്തു എന്നാണ് ആദ്യം പറയേണ്ടത്. أعطيتها അഴ്തൈതുഹ إياه ഇയ്യാഹു. അഴ്തൈതുഹ ഇയ്യാഹു. അതേപോലെ അറാബിയ അതിലെ ദഫാത്തിർ തുല്ലാബ്. ദഫാത്തിർ എന്താണ്? ബഹുവചനമാണ്. അത് ബഹുവചനമായതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? ബഹുവചനമാകുമ്പോൾ മുഅന്നസായിട്ട് എടുക്കണം. ബഹുവചനമാകുമ്പോൾ മുഅന്നസായിട്ട് എടുക്കണം. തുല്ലാബ് മുദക്കറാണ്, ബഹുവചനമാണ്. പക്ഷെ അവിടെ ഒന്നും ചെയ്യൂല. അവിടെ ബഹുവചനമായിട്ട് തന്നെ എടുക്കണം. മുദക്കർ ജമ്മു മുദക്കറായിട്ട് തന്നെ എടുക്കണം. അപ്പം ആർക്ക് കൊടുത്തു എന്ന് ആദ്യം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അഴ്തൈതുഹും അതിനെ കൊടുത്തു, അല്ലെങ്കിൽ അവയെ കൊടുത്തു എന്ന് പറയുമ്പോൾ യാഹും അല്ല, യാഹ അവയാണ്. അവ വരുമ്പോഴത്തേക്ക് എന്താണ്? അത് ഗൈറു ഹഖീഖി എന്ന് പറയും. മുഅന്നസ് ഗൈറു ഹഖീഖി. ഗൈറു ഹഖീഖി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത്രേ ചിന്തിക്കാനുള്ളൂ. അതെന്തല്ല? മനുഷ്യന്മാരല്ല. മനുഷ്യന്മാരാണെങ്കിൽ മാത്രമേ സ്ത്രീലിംഗത്തിന് ബഹുവചനം എടുക്കുള്ളൂ. മനുഷ്യന്മാരല്ലെങ്കിൽ സ്ത്രീലിംഗത്തിന്റെ ഏകവചനമാണ് എടുക്കുക. അതുകൊണ്ടാണ് ദഫാത്തിറിന് പകരം ഹ ഉപയോഗിച്ചത്. അപ്പൊ അഴ്തൈതുഹും എങ്ങനെ? ഹഖീഖി എന്നും പറയാം. ഹഖീഖി വേറെ. ഗൈറുആഖിൽ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. AI വന്നപ്പോ AIക്ക് ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധി എന്നാ പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നല്ലേ എന്റെ പേര്. നിർമ്മിത ബുദ്ധി. അതുകൊണ്ടാണ് ഞാനത് മലയാളത്തിൽ പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞത്? മനുഷ്യന്മാരല്ലാത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് പ്രാക്ടിക്കലി വരിക. മനുഷ്യന്മാരാണെങ്കിൽ അതിന്റെ ഒറിജിനൽ ബഹുവചനം തന്നെ എടുക്കും. മനുഷ്യന്മാരല്ലെങ്കിൽ ബഹുവചനത്തിന്റെ സ്ത്രീലിംഗത്തിന്റെ ഏകവചനമായിരിക്കും എടുക്കുക. ഓക്കെ. അൽഹാമിസ് അതിന് ദഫാത്തിറുൽ അഖവാത്ത്. അപ്പൊ എന്താണ്? അഖവാത്ത് സ്ത്രീലിംഗമാണ്, സ്ത്രീലിംഗത്തിന്റെ ബഹുവചനം തന്നെ എടുക്കും. ദഫാത്തിർ ബഹുവചനമാണ്, അതിന്റെ അതിന്റെ അന്നസിന്റെ ഏകവചനമാണ് എടുക്കുക. അപ്പൊ ആദ്യം പറയുന്നത് അഖവാത്തിനാണ്. അഖവാത്തിന് കൊടുത്തു. അപ്പൊ എന്ത് പറയണം? അഴ്തൈതുഹുന്ന അവയെ കൊടുത്തു. അഴ്തൈതുഹുന്ന ഇയ്യാഹ. അസ്സാദിസ് ഐന ഹഖീബത്തു ഉമ്മി. അപ്പൊ ഹഖീബത്ത് എന്താണ്? ഇവിടെ ദഫാത്തിർ ഗൈർ ഹഖീഖി എന്ന് പറയാം. ഗൈർ ഹഖീഖിയാണ്, ഗൈർ ആഖിലാണ്. ഇവിടെ എന്താണ്? ഹഖീബത്ത് ഗൈർ ആഖിലാണ്. പക്ഷെ ഇതെന്താണ്? ഹഖീബത്ത് ഹഖീഖിയാണ്, സ്ത്രീലിംഗമാണ്. അവിടെ ഒറിജിനൽ സ്ത്രീലിംഗമാണ്. ഉമ്മും എന്താണ്? സ്ത്രീലിംഗമാണ്. രണ്ടും ഏകവചനമാണ്. അപ്പൊ എന്ത് പറയണം? നമ്മൾ ആദ്യം അഴ്തൈതുഹു ഇയ്യാഹു പറഞ്ഞത് രണ്ടും മുദക്കറായി. ഇവിടെ രണ്ടും ഇയ്യാഹ. അഴ്തൈതുഹ ഇയ്യാഹ. ഞാൻ അതിന് ഉമ്മാക്ക് അതിനെ കൊടുത്തു. രണ്ടും ഒരേപോലെയാണ്. അയിന ബർഖിയ്യത ഹാമിദിൻ. ബർഖിയ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വിവചനം. അപ്പൊ നൂനോടെ പോയി. നൂനോടെ പോയി. യാ റിജാൽ, അയ്യുഹ റിജാൽ ലാ തതകല്ലമൂന. റിജാലില്ല, ഒരു റജിലേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? അബ്ദുള്ള കേൾക്കുന്നില്ല.
ബർക്കിയത്ത് ശരിക്കും എന്തായിരുന്നു? ആ ബർക്കിയത്ത് എന്താ? കമ്പി അടിക്കാൻ പോവില്ലേ പണ്ടൊക്കെ? അതെ അതെ ആ അതെ അതെ. അതാണ് ടെലിഗ്രാം അല്ലേ? ടെലിഗ്രാം. ബർക്കിയത്ത് നമ്മൾ വേറെ പാഠത്തിൽ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഒന്നിലധികം പ്രാവശ്യം അതെ പഠിച്ചിട്ടുണ്ടാവും. അതെ അതെ പഠിച്ചിരുന്നു. അപ്പം ഈ നൂനോടെ പോയി, ബർക്കിയത്ത് ആനിയുടെ നൂനോടെ പോയി. അത് ഇദാഫത്ത് ചെയ്തപ്പോ ഹാമിദിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോൾ നൂന് പോയി. ഇദാഫത്ത് ചെയ്തപ്പോ നൂന് പോയി. നമ്മൾ വായിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, ഖുർആൻ വായിക്കുമ്പോഴൊക്കെ അതേപോലെയുള്ള വചനങ്ങൾ വരുന്നുണ്ട്, നൂന് പോയ ഭാഗങ്ങൾ. നമ്മൾ ലളിതമായി പഠിക്കുന്ന ഒരു സൂറത്ത് ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ലളിതമായി പഠിക്കുന്ന സൂറത്ത് ഉണ്ടായിരുന്നല്ലോ, തബ്ബത്ത് യദാ അബീ ലഹബിൻ. യദാനി. അപ്പൊ യദാ എന്നുള്ളത് യദാനിയാണ്. അതെ അതെ. ഓക്കെ, നമുക്ക് ഇടയ്ക്ക് കട്ടാവെന്ന് കാണിക്കുന്നുണ്ട്, എന്താണെന്നുള്ള അറിയില്ല. ഇടയ്ക്ക് കട്ടായാൽ ഒന്നുകൂടെ കയറിയാൽ മതി കേട്ടോ. ഇടയ്ക്ക് ക്ലാസ് കട്ടായാലേ ഒന്നുകൂടെ കയറിയാൽ മതി. അപ്പൊ ബർക്കിയത്ത. അപ്പൊ എന്ത് പറയും നമ്മള്? അപ്പൊ ഹാമിദിനെ ആദ്യം പറയണം. ആദ്യത്തുഹു, പിന്നെ ഇയാഹുമ. ബർക്കിയത്താനി വരുമ്പോ ഇയാഹുമ. പിന്നെ അതിന് റസായിലുൽ മുദർരിസീന. റസായിൽ ജമ്മാണ്, ഗൈറ ആക്കലാണ്. മുദർരിസീന ജംഉ അൽ ഉഖല ആണ്. ആക്കലിന്റെ ബഹുവചനം ഉഖല. അപ്പൊ എന്താണ്, എന്ത് പറയണം? ആയത്തേത്തു ആയത്തേത്തുഹും. മുദർരിസീന വരുമ്പോ ആയത്തേത്തുഹും. പിന്നെ റസായിൽ വരുമ്പോൾ റസായിൽ. ഹുന്ന എവിടെ നിർത്തി? മുദർരിസീന എന്താണ്? മുദർരിസീന പുല്ലിംഗ ബഹുവചനം. അപ്പൊ ആയത്തേത്തുഹും. റസായിൽ സ്ത്രീലിംഗ ഏകവചനാക്കി എടുക്കണം. റസായിൽ എന്താണ്? റിസാലിന്റെ ബഹുവചനാണ്. റിസാലത്തിന്റെ ബഹുവചനമാണ് റസായിലു. റിസാലത്തിൻ റസായിലു, ദൗത്യങ്ങൾ. ഇവിടെ കത്തുകൾ. കത്തുകൾ കത്തില്ലേ, കത്ത്. കത്തും അറബിയാണ്, പക്ഷെ നമ്മൾ കത്തെന്ന് പറയാറില്ല. ഖത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അറബിയിൽ ഖത്ത് എന്ന് പറഞ്ഞാല് സ്ക്രിപ്റ്റ് ആണ്. ആ ഖത്താണ് മലയാളത്തിൽ കത്തെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ആയത്തേത്തുഹും ഇയ്യാഹ. അജിബ അൽ നസ്അത്തിൽ ആതിയത്തി അലാ ഖിറാരിൽ മിസാൽ. എന്താണ്? മൻ അല്ലമക ഖിയാദത സിയാറത്തി. മൻ അല്ലമക ഖിയാദത സിയാറത്തി. മൻ അല്ലമക, നിന്നെ ആരാണ് പഠിപ്പിച്ചത്? അപ്പൊ ഒന്നാമത്തെ മഫ്ഊൽ ബിഹി അൻതയാണ്, അല്ലമക. പിന്നെ അത് ഖിയാദത്ത് എന്താണ്? രണ്ടാമത്തെ മഫ്ഊൽ ബിഹി ആണ്. അപ്പൊ എന്താണ്? അടുത്തേക്ക് പിന്നെ എന്തുണ്ട്? രണ്ട് മഫ്ഊൽ ബിഹി ഉള്ളത് പോലെ തന്നെ അല്ലമയ്ക്കും രണ്ട് മഫ്ഊൽ ബിഹി ഉണ്ട്. അല്ലമ പഠിപ്പിച്ചു. ആരെ പഠിപ്പിച്ചു? എന്ത് പഠിപ്പിച്ചു? അല്ലമ ആദമ അൽ അസ്മാഅ. അല്ലമ ആദമ. ആദം ഒന്നാമത്തെ മഫ്ഊൽ ബിഹി, അൽ അസ്മാഅ രണ്ടാമത്തെ മഫ്ഊൽ ബിഹി. അപ്പൊ ഇവിടെ അല്ലമനി ഹ അഖി, അല്ലമനി ഇയ്യാഹ അഖി. രണ്ടും പറയാം, രണ്ടും പറയാം എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലമനി ഹ അഖി, അല്ലമനി ഇയ്യാഹ അഖി. അല്ലമക്ക ഖിയാദത്ത് സിയാറത്തി.
അല്ലമനീഹ റിയാദത്തെന്നാണ് റിയാദത്ത് എന്താണ്? കാത നയിച്ചു. കാത നയിച്ചു. ഖായിദുൻ നായകൻ, നായകൻ. നയിക്കുന്നവൻ. ഖായിദുൻ. റിയാദത്ത് വരുമ്പോൾ ഡ്രൈവിംഗ്. ഖായിദ് ഡ്രൈവർ. ഖായിദ് റിയാദത്ത് ഡ്രൈവിംഗ്. മൻ അല്ലമക്ക ഖുർആനിൽ അതേപോലുള്ള വാക്കുണ്ടല്ലോ. അത് സായിക്കാണ് കേട്ടാ. സായിക്ക് ഖുർആനിലുണ്ട്. ഖായിദ് ഹദീസിൽ വന്നിട്ടുണ്ട്. ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദി, മസ്ജിദിലേക്ക് എന്നെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരാളില്ല, അതുകൊണ്ട് എനിക്ക് ഇതിന് എക്സ്ക്യൂസ് തരണമെന്ന് പറഞ്ഞു. ഏതിന്? ജമാഅത്തിന്. അപ്പൊ ആ പറഞ്ഞപ്പോ ഖായിദ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അല്ലമനി ഹ അഹി, അല്ലമനി ഇയ്യാഹ അഹി എന്നും പറയാം. മൻ അഴ്താക ഹാദൽ ഖിതാം, ഹാദൽ ഖാത്തം. ഖാത്തം എന്താണ്? മോതിരം. മോതിരം. മൻ അഴ്താക ഹാദൽ ഖാത്തം, ഈ മോതിരം നിനക്ക് ആര് തന്നു? അപ്പം അല്ല അഴ്താക ആണ്. മൻ അഴ്താക. അപ്പം അഴ്താ നീ, മറുപടി പറയുമ്പം അഴ്താ നീ, എനിക്ക് തന്നു. ഹാദൽ അഴ്താനി. പിന്നെ അഴ്താനി ആയിട്ട് ഹാത്തം വരുമ്പോ ഹു. അഴ്താനി ഹു, അഴ്താനി അഴ്താനി ഹു അഹി. ഇവിടെ അഹി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അഹി ഉമ്മീന്നറിയാൻ പറ്റും. അഹി എന്ന് പറയാൻ. മൻ അഴ്താക ഹാദൽ, ഇവിടെ അഹി എന്ന് പറയാനാണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. അപ്പം അഴ്താനിഹു അഹി, അല്ലെങ്കിൽ അഴ്താനി ഇയ്യാഹു അഹി. من تعطي هذا الكتاب. من تعطي هذا الكتاب. من تعطيني, എനിക്ക് ആര് തരും? هذا الكتاب, ഈ പുസ്തകം. സോറി, മന്നല്ല, മത്തായാണ്. മൻ മോലാണ്. മത്താ തൊഴത്തീനി ഹാദൽ കിതാബ. നീ എപ്പോൾ തരും? ഞാൻ ചോദിക്കും, ഞാൻ തൊഴുത്തി വന്ന എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ട് മണ്ണെന്ന് വായിച്ചിട്ട്. അപ്പൊ മൺ വായിച്ചാ മൺ വന്നാ പിന്നെ തൊഴുത്തി എങ്ങനെ വരും? അപ്പൊ മത്താ തൊഴുത്തി നീ എനിക്ക് എപ്പോൾ തരും ഹാദൽ കിതാബ എന്നാണ്. അപ്പം ആഴ്ത്താന്നാണ് വരിക. ഞാൻ തരുന്നല്ലേ പറയേണ്ടത്. ഒഴുത്തി ആഴ്ത്താന്നാണ് വരിക. ഒഴുത്തി എന്നല്ലേ വരിക. തൊഴുത്തി എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്ത് പറയണം? ഒഴുത്തി. ഒഴുത്തി. പിന്നെ നീ വരുന്നതിന് പകരം നിനക്ക് തരുമെന്നല്ലേ പറയേണ്ടത്. അപ്പം ഒഴുത്തി ഒഴുത്തിക്ക ഹു, അതിനെ തരും. നാളെ തരുമെന്ന് പറഞ്ഞാൽ മതി. നാളെ തരുമെന്ന് പറയുമ്പോഴത്തേക്ക് നാളെ എന്നതിന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സാ കൂടെ ചേർക്കണം. സഅതീക ഹു ഗദൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇയ്യ ചേർത്ത് സഅതീക
ഇയ്യാഹു ഖദൻ എന്ന് പറയാം. അടുത്ത പതിനഞ്ചാമത്. മതാ തുരീനി ബൈത്തക. മതാ തുരീനി ബൈത്തക. നിന്റെ ബൈത്ത് നീ എപ്പോൾ എനിക്ക് കാണിച്ചു തരും. മത്താ തുരി ആറായുരി കാണിച്ചു. തുരി നീ എന്നെ കാണിച്ചു, എന്നെ കാണിക്കും. ബൈത്തക്ക നിന്റെ വീട്. നിന്റെ വീട് എപ്പോൾ നീ എനിക്ക് കാണിച്ചു തരും. അപ്പൊ എന്ത് ചെയ്യണം? ഉരീക. അവിടെയും സാ ചേർത്ത് വരണം.